അന്ന് അന്നാൻറ്റി കൊല്ലത്ത് മീറ്റിങ്ങിന് പോകാൻ വേണ്ടി വന്ന് വളരെ നേരത്തെ വന്ന് ഹോസ്പിറ്റലിൽ കയറി അവിടെ കൗണ്ടറിൽ ചെന്ന് ബില്ലെല്ലാം സെറ്റ് ചെയ്ത് അന്ന് സൈമണച്ചാനാണ് അന്നാൻറ്റിയുടെ വണ്ടി ഓടിക്കുന്നത്. വണ്ടിയും സൈമണച്ചാനെയും കൂടെ അവിടെ നിർത്തിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്താണ് അന്നാൻറ്റി അന്ന് മീറ്റിങ്ങിന് പോയത്. പിന്നീട് ഞങ്ങൾ വളരെ വൈകിയാണ് ഡിസ്ചാർജ് ആയത്. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് സൈമണച്ചാൻ വരാൻ ആൻറ്റി സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ ഒരു ബന്ധം അന്നാൻറ്റിയുമായിട്ട് ഉണ്ട്, മാതൃനിർവിശേഷമായ ബന്ധം. ദൈവം വാത്സല്യ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. വാസ്തവത്തിൽ ക്രൈസ്തവ പ്രത്യാശ എന്ന് പറയുന്നത് ശവക്കല്ലറ കൊണ്ടോ ശവപ്പെട്ടി കൊണ്ടോ സെമിത്തേരി കൊണ്ടോ ഒന്നും അവസാനിക്കുന്നതല്ല. ക്രൈസ്തവ പ്രത്യാശ അതിനപ്പുറത്താണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പൗലോസ് തെസ്സലോനിക്ക സഭയെ മരണാനന്തര ജീവിതമൊക്കെ പഠിപ്പിച്ചു എങ്കിലും പൗലോസും മറ്റും പോയതിന് ശേഷം സഭയിലേക്ക് നുഴഞ്ഞു കയറിയ ചില ദുരുപദേഷ്ടാക്കന്മാർ ജാതീയ ചിന്തകളൂടെ സഭയിൽ പ്രചരിപ്പിച്ചു. അതായത് മരിച്ചവരോ മരിച്ചു, മരണത്തിനപ്പുറത്ത് ഒരു പ്രത്യാശയില്ല, മരണം കൊണ്ടെല്ലാം തീരുക. ഇത് ആ സഭയെ വല്ലാതെ ഇളക്കി മറിച്ചു. അവർ വേഗം ആ പഠനത്തിലേക്ക് തിരിഞ്ഞു. അത് ഈ എഫേസ്യ ലേഖനം 2:12 പ്രത്യാശയില്ലാത്തവർ എന്ന് പറയുന്നത്. പ്രത്യാശയില്ല, അവരുടെ പഠിപ്പിക്കലെല്ലാം അങ്ങനെയായിരുന്നു. എസ്കിലാസ്, തയോക്ലീറ്റസ്, കാറ്റുലസ്, ലുക്രേഷ്യസ്, ഇങ്ങനെ തുടങ്ങി എപ്പിക്കുരിയർ, സ്തോയിക്കർ, അങ്ങനെയുള്ള പഠനങ്ങൾ, അവരുടെ പഠിപ്പിക്കലുകൾ സഭയ്ക്കകത്തേക്ക് കയറി മരണത്തിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസ സമൂഹം വേണ്ടപ്പെട്ടവർ മരിച്ചാൽ അവർ മാറത്തടിക്കുകയും തലമുടി വലിച്ചു പറിക്കുകയും പൊടിവാരി തലയിലിടുകയും ഒക്കെ ചെയ്തത് വളരെ നിലവിളിക്കുന്ന കാലഘട്ടത്തിൽ പൗലോസ് പറഞ്ഞു, അങ്ങനെയല്ല, നിദ്ര കൊണ്ടവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ലോകത്തിന് അറിവില്ല, പ്രത്യാശയില്ലാത്ത ജനതയ്ക്ക് ആ അറിവില്ല. പക്ഷെ നിങ്ങൾക്ക് ആ അറിവ് ഉണ്ടാകണം. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയട്ടെ, മരണത്തിൻ്റെ മറശീല മാറ്റിയിട്ട് മരണത്തിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് മനുഷ്യനോട് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു പുസ്തകം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചും മരണം എന്നുള്ളത് അവസാനമല്ല. മരണം ഒരവസ്ഥാ വ്യതിയാനം മാത്രമാണ്. മരിക്കാതിരിക്കാൻ ആർക്കും കഴിയത്തില്ല. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിരിക്കും. ജനിച്ചാൽ മരിക്കണം. മരിക്കാതിരിക്കാനുള്ള മരുന്ന് ജനിക്കാതിരിക്കുക എന്നുള്ളത്, അത് മേരി ജോൺ തോട്ടം വളരെ സമർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമർത്ഥനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് ശങ്കയെന്തിന്, മാറ്റമൊന്നുമില്ലാതെ എല്ലാവരും ആ വഴിയെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കയൊന്നും വേണ്ട, നമ്മളും ആ വഴിയെ പോകും. അതാണ് മേരി ജോൺ തോട്ടം പറഞ്ഞിട്ടുള്ളത്. അപ്പം മരണം സാർവത്രികമാണ്. ഈ സാർവത്രിക മരണത്തോടുള്ള ബന്ധത്തിൽ ദൈവജനത്തെ സംബന്ധിച്ച് വലിയ വ്യത്യാസമാണ്. അതിൻ്റെ കാരണം മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മുടെ രക്ഷാനായകൻ എന്നുള്ളത് കൊണ്ടാണ്. യേശുക്രിസ്തു മരിച്ചിട്ടുയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അതാ പറയുന്നത്. മരണം പ്രിയരെ അവസ്ഥാ വ്യതിയാനമാണ്. അന്നാൻറ്റി കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്ക് പ്രിയം വെച്ച കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. അവസ്ഥാ വ്യതിയാനം മാത്രമാണ്. അന്നാൻറ്റി അവസാനിച്ചിട്ടില്ല. അത് ബൈബിളിൽ നിന്നും ഇതര പഠനങ്ങളിൽ നിന്നും കൃത്യമായിട്ട് ഞാൻ തെളിയിക്കാം. 1975 ഡോക്ടർ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു നാസ്തികൻ, അദ്ദേഹം ഒരു ഫിലോസഫറാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് രോഗം മൂർച്ഛിച്ചു മരിച്ചു എന്ന് ഡോക്ടർ ക്ലിനിക്കലി സർട്ടിഫൈ ചെയ്തു. പക്ഷേ അടുത്ത ചില സമയങ്ങൾക്കപ്പുറത്ത് ഈ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഓടി ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ
അദ്ദേഹം പറയുന്നത്, സർ, ആ പേടിപ്പിക്കുന്ന ഇടത്തേക്ക് എന്നെ ഇനി വിടരുതെന്നാണ്. അപ്പം ഇദ്ദേഹം ഒരു ഫിലോസഫർ കൂടെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്താനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഒരുപക്ഷെ ആരെങ്കിലും ചിന്തിക്കും, മരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ഇന്നലെ മാതൃഭൂമി ഓൺലൈൻ പത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മാതൃഭൂമി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂര് സെമിട്രിയിലേക്ക് കൊടുത്തുവിട്ട ബോഡി ഹമ്പ് ചാടിയപ്പോൾ എഴുന്നേറ്റു, വെള്ളം കുടിച്ചു, വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞാലും ചിലരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. കോട്ടയത്ത് തന്നെ അങ്ങനെയുള്ളവരുണ്ട്. അദ്ദേഹം ഇപ്പോഴില്ല, മരിച്ചു എന്ന് പറഞ്ഞ് മോർച്ചറി കൊണ്ടുവച്ചിട്ട് ജീവിതത്തിലേക്ക് വന്ന ഒരു ദേവിദാസൻ കോട്ടയത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സംഭവിച്ചു. ഈ റെയ്മണ്ട് മൂഡി ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി. ഏതാണ്ട് 565 ആളുകളിലാണ് ഇങ്ങനെ ഒരു പഠനം നടത്തിയത്. അപ്പം അവരിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വസ്തുത വെച്ച് റെയ്മണ്ട് മൂഡി 4 വിധത്തിലുള്ള കണ്ടെത്തലുകളിലേക്കാണ് എത്തിയത്. ഒന്നാമത്തെ കാര്യം, ഒരാൾ മരിക്കുമ്പോൾ അയാളിൽ നിന്ന് അയാളുടെ ആത്മാവ് പിരിയുകയാണ്. ആ പിരിയുന്ന ആത്മാവ് കിടക്കയിൽ കിടക്കുന്ന ശരീരത്തെയും ചുറ്റും നിന്ന് കരയുന്ന ബന്ധുമിത്രാദികളെയും ഓടി നടക്കുന്ന നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും കാണുന്നു. അതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, ഈ സമയത്ത് ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ആത്മാവിൻ്റെ മുന്നിലൂടെ വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ പോലെ ജീവിതമെല്ലാം കടന്നു പോകുന്നു. മൂന്നാമത്തെ കാര്യം, ഈ സമയത്ത് ജീവിതത്തെ വിലയിരുത്തുവാൻ അവർക്ക് കഴിയുന്നു. അതൊരു വാസ്തവമാണ് കേട്ടോ. മരണത്തിൻ്റെ അപ്പുറത്ത് ജീവിതത്തെ വിലയിരുത്തത്തക്ക വിധത്തിൽ ജീവിതം നമ്മുടെ മുൻപിലൂടെ യാത്ര ചെയ്യും. നാലാമത് അദ്ദേഹം പറഞ്ഞത്, ഇതിന് ശേഷം ചൂടുള്ള ഒരു കരം വന്നു പിടിക്കുന്നു. ഈ ചൂടുള്ള ഒരു കരം വന്നു പിടിച്ചിട്ട് ചിലരെ വെള്ളത്തിലേക്ക് എന്നതുപോലെ ആഴത്തിലേക്ക്, ഇരുട്ടിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതായി തോന്നുന്നു. മറ്റ് ചിലർ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെയോ സ്വർണവർണ്ണ ശോഭയോ കാണുന്നത് പോലെ ഉയരത്തിലേക്ക് പറക്കുന്നു. ഇനി ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, മരിച്ചവർ എവിടെ എന്നൊരു പുസ്തകം 1997 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എഴുത്തുകാരൻ പാസ്റ്റർ TS ബാലനാണ്. മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇൻ്റർനെറ്റിൽ അതിൻ്റെ PDF കോപ്പി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. 129 പേജ് തൊട്ടുള്ള 4 ചാപ്റ്റർ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ ആസ്പദീകരിച്ചിട്ടുള്ളതാണ്. അത് യുക്തമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ രേഖപ്പെടുത്തുന്നെന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞ സംഭവം. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? പിന്നെയും പഠനങ്ങൾ ഉണ്ടായി. 2013 സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു ഡോക്ടർ സാം പർണിയ. അദ്ദേഹത്തിൻ്റെ സെയിം പഠനം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, മരണസമയത്ത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുകയാണ്. അന്നാൻ്റെ നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അന്നാൻ്റെ ഇവിടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു. നമ്മളങ്ങനെ പാടുന്നുണ്ടല്ലോ, നമ്മൾ അങ്ങനെ പാടുന്ന ധാരാളം പാട്ടുകളുണ്ട്. ദേഹം എന്നൊരാ വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ. ദേഹം എന്ന വസ്ത്രമാണ്, അത് ഊരുന്നു. അതാണ് മരണമെന്ന് പറയുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പം ഈ ആത്മാവാണ് ഒന്നുകിൽ മുകളിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ താഴോട്ട് പോകുന്നത്. ചോദ്യം, ആരാ പാസ്റ്ററെ മുകളിലോട്ട് പോകുന്നത്? ബൈബിളിനോടാണ് ചോദ്യമെങ്കിൽ ഉത്തരം ക്ലിയറാണ്. നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകുന്നു. ഉറപ്പാ, മേലോട്ട് പോകുന്നത് നീതിമാനാണ്, താഴോട്ട് പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യം കൂടെ ആയതുകൊണ്ട് റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന നാസ്തികന്റെ പഠനം ഞാനിവിടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായിട്ട് അറിയണം എൻ്റെ പ്രിയരെ, നമ്മളെ ജനിപ്പിച്ചവരെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മൾ ജനിച്ച വീട് നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മൾ ജനിച്ച നാട് നമ്മൾ തിരഞ്ഞെടുത്തതല്ല. പക്ഷെ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഞാനതാ പറഞ്ഞു, മരണം എന്നത് അവസ്ഥാ വ്യതിയാനം മാത്രമാണ്. ഒരു കാലഘട്ടത്തിൽ ദേഹത്തിൽ ജീവിച്ചു, ഇപ്പോൾ ദേഹം വിട്ടു പോകുന്നു.
ഇതിന് അപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നു, നിത്യതയും ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എല്ലാവരുടെ ഹൃദയത്തിൽ നിത്യതയുണ്ട്. ശരീരം മാത്രമാണ് ദ്രവത്വത്തിന് വിധേയപ്പെടുന്നത്, ആത്മാവ് ദ്രവത്വത്തിന് വിധേയപ്പെടുന്നില്ല. ആത്മാവിന് നിത്യതയുണ്ട്. ഒന്നുകിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ. ജനിപ്പിച്ചവരെ, ജനിച്ച വീട്, ജനിച്ച കുടുംബം, ജനിച്ച സ്ഥലം തെരഞ്ഞെടുത്തതല്ലെങ്കിൽ മരണാനന്തര ജീവിതം നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. ചോദ്യം, എങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റും? ഉത്തരം വളരെ ക്ലിയറാണ്. യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. അറിയണം പ്രിയപ്പെട്ടവരെ, ഒരു ട്രഡീഷണൽ സാൽവേഷൻ ആർക്കും വേണ്ടി ദൈവം ഒരുക്കിയിട്ടില്ല. ഞാൻ പറയാ, 57 പാരമ്പര്യമാണേലും 345 പാരമ്പര്യം പറഞ്ഞാലും ഒരു ട്രഡീഷണൽ സാൽവേഷൻ ദൈവം ഒറ്റ മനുഷ്യന് വേണ്ടിയും ഒരുക്കിയിട്ടില്ല. ഒരു നാഷണൽ സാൽവേഷനും ആർക്കും വേണ്ടി ഒരുക്കിയിട്ടില്ല. സാൽവേഷൻ പേഴ്സണലാണ്, വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമാണ്. ഓരോരുത്തൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നതും മാത്രമാണ് അതിനുള്ള പോംവഴി. അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് ഉയരത്തിലുള്ള ക്രിസ്തുവിനോടുകൂടെയുള്ള ഒരു ജീവിതം സാധ്യമാകുന്നത്. കൊലോസ്യ ലേഖനം 3:3 എന്താ പറയുന്നത്? നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അനിപ്പാസ്റ്റർക്ക്, മറ്റ് സഹോദരങ്ങൾക്ക്, പ്രിയ ഡാഡിക്ക് എല്ലാം ദുഃഖമുണ്ട്. സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷേ ആൻറ്റി എവിടെയാണ്? ശരീരം ഇവിടെ മോർച്ചറിയിലുണ്ട്, പക്ഷേ ആൻറ്റി എന്തിയേ? കൊലോസ്യർ 3:3 പറയുന്നു, നാം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് എന്തോ ഒരു അനുഭവമാണെന്നൊന്ന് ആലോചിക്കുക. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ആൻറ്റി രോഗത്തോട് മല്ലിടുകയാണ്. പക്ഷെ ഇപ്പൊ എവിടെയാ? ക്രിസ്തുവിനോടുകൂടെ. ക്രിസ്തു ആരാ? ക്രിസ്തു ആരാ? ഒറ്റ ലൈൻ മാത്രം പാടാം. 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. നമ്മളിവിടെ വിഷമിക്കുമ്പോൾ ആൻറ്റി 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനായ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ മരണസമയമൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ജി മൈനർ മരണസമയം ഒന്ന് മനസ്സിലാക്കണം. ഇടയാറുമുളക്കാരൻ്റെ ഒരു കർത്തൃവൃത്യൻ ഉണ്ടായിരുന്നു. ഒട്ടനവധി പാട്ടുകൾ എഴുതിയ ഒരു ദൈവ മനുഷ്യൻ. അദ്ദേഹം മരണക്കിടക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് മക്കൾ പാട്ടുകൾ പാടുകയാണ്. ഈ പാടുന്ന സമയത്ത് ഈ കർത്തൃവൃത്യൻ കരമുയർത്തി അവര് പാടിയ പാട്ട് നിർത്തി. എന്നിട്ട് അദ്ദേഹം ഒരു പാട്ട് പാടുക. വൈണികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ. വൈണികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ. കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ മരണം എന്തായിരിക്കുമെന്ന്. എൻ്റെ സുഹൃത്ത് ലാലു കീബോർഡ് വായിക്കുന്നതിനേക്കാൾ ഭംഗിയായി, ഇവിടെ ഫ്ലൂട്ടും സാക്സഫോണും ഒക്കെ വായിക്കുന്നതിനേക്കാൾ ഭംഗിയായി, ഇവിടെ ഇൻസ്ട്രുമെന്റുകൾ വായിക്കുന്നതിനേക്കാൾ ഭംഗിയായി സ്വർഗത്തിലെ ഗായക സംഘം പാടുന്നത് കേട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്ന കർത്തൃവൃത്യന്റെ അകത്ത് എന്നാ ഭാരമാവ്രിയരെ. 1970 കായംകുളത്ത് ഒരച്ചായൻ മരിക്കുകയാണ്. TPM-കാരൻ ഒരു അച്ചായൻ, എ മേജർ അച്ചായൻ മരിക്കുക. അദ്ദേഹത്തിന്റെ അനിയൻ കൊട്ടാരക്കര TPM ഫെയ്ത്ത് ഹോമിലെ പാസ്റ്റർ, ബാളകൻ TPM ഫെയ്ത്ത് ഹോമിലെ പാസ്റ്റർ. കായംകുളത്ത് വന്ന് കൊട്ടാരക്കര 70 വലിയ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു ഫോൺ കോൾ വന്നു. അവിടുന്ന് ഒരാൾ സൈക്കിൾ ചവിട്ടി വാളകത്ത് ചെന്ന് ഇക്കാര്യം പറഞ്ഞു. കിട്ടിയ വണ്ടിക്ക് കയറി കായംകുളത്ത് ജ്യേഷ്ഠ സഹോദരൻ മരിക്കുന്ന സമയത്ത് ചെല്ലാൻ വേണ്ടി അദ്ദേഹം ചെന്നപ്പോൾ വീതിയുള്ള കട്ടിലിന്റെ സൈഡ് ചേർന്ന് കിടക്കുകയാണ് മരിക്കാൻ കിടക്കുന്ന ഈ പ്രിയ പിതാവ്. അവിടെ ഈ TPM-ലെ പാസ്റ്റർ ചെന്ന് ഈ അച്ചായനോട് ചോദിച്ചു, അച്ഛാ ഞാൻ നടുക്കോട്ടൊന്ന് മാറ്റി കിടത്തട്ടെ, സൈഡിലെങ്ങാനും കടന്ന് തിരിഞ്ഞാൽ താഴെ പോവില്ലേ? ഉടനെ മരിക്കാൻ കിടക്കുന്ന അച്ചായൻ ചോദിക്കുക, കുഞ്ഞുഞ്ഞെ
ഒരു ശുശ്രൂഷകനായിട്ടും നിനക്ക് കാണാൻ മേലേ? എന്നെ കൊണ്ടുപോകാൻ വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്നത് കണ്ടോ? അവർക്കിരിക്കാൻ ഈ കിടക്കയല്ലാതെ ഇവിടെ വേറൊരു സ്ഥലമില്ല. അവർ ഇവിടെ വന്നിരിക്കട്ടെ. ഈ സമയത്ത് നമ്മളൊക്കെ ഒത്തിരി പ്രത്യാശയോടെ പാടുന്ന ഒരു പാട്ട് വരുന്നത്, ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഒന്നിച്ചൊന്ന് പാടിക്കും. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഇങ്ങനെ മരിക്കുന്ന ഒരു ദൈവഭൃത്യൻ എങ്ങനെ പ്രിയപ്പെട്ടവരെ വ്യസനിക്കുന്നത്? കല്ലേറ് കൊണ്ട് നിൽക്കാൻ മേലാതെ മുഴങ്കാലിൽ വീണ് മരിക്കാൻ തുടങ്ങുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നത് കണ്ടപ്പോ മരിക്കുന്ന മനുഷ്യന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെ മാറി എന്ന് പറയുമ്പോ ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്ന കർത്തൃഭൃത്യന്റെ ആ പ്രതീക്ഷ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അസ്ഥി മുറിഞ്ഞ് ശരീരം മുറിഞ്ഞ് വേദനിക്കുമ്പോ മുഖം ദൂതന്റെ മുഖം പോലെ. അതാ മഹത്വത്തിന്റെ കാഴ്ച. ഒരു സാധാരണ അടക്കത്തിലല്ല നമ്മൾ ആരും ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ വന്നിട്ടുള്ളത് അനേകരെ വെല്ലുവിളിച്ച, അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ച ഒരു ദൈവദാസിയുടെ അടക്കത്തിലാണ്. ഞാനിത് പറയുമ്പം ഇന്ന് ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട് ഇന്റർനെറ്റിൽ എൻ്റേത്. പക്ഷേ എൻ്റെ ആദ്യമായി ഒരു വീഡിയോ ഇന്റർനെറ്റ് വരുന്നത് അന്നാൻറ്റി നടത്തിയ മീറ്റിങ്ങിൽ, ബീച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്, കൊയിനോനിയ എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിൽ ആദ്യമായിട്ടൊരു വീഡിയോ വരുന്നു. എന്നെപ്പോലെയുള്ള ആളുകളെ ഒരു പരിധി വരെ പലതും പറഞ്ഞ് നിർത്താൻ, വളർത്താൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസി. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവില്ലേ? ഈ ആയിരക്കണക്കിന് അഭിഷക്തന്മാരെ വാർത്തെടുത്ത ഒരു ജനറലിന്റെ അടക്കമായത്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയായിരിക്കും ഈ കർത്തൃദാസി ക്രിസ്തുവിങ്കലേക്ക് ചേർക്കപ്പെട്ടത്? നമ്മൾ കാണുന്നത് ക്ഷീണിച്ച ഒരു ശരീരമാണെങ്കിലും അവിടെ നടന്ന ആത്മ ഇടപാട് ഭയങ്കരമായിരിക്കും. നമ്മൾ പാടിയതുപോലെ ദൂതസംഘം മുഴുവൻ എഴുന്നേറ്റ് നിന്ന ഒരു സമയമായിരിക്കും അത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തു ഭക്തന്റെ മരണം. എനിക്ക് സമയമില്ല. കർത്താനദാസൻ എന്നോട് കൃത്യമായൊരു സമയം പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആന്റി ക്രിസ്തുവിനോട് കൂടെ ദൈവത്തില. ഇനി എന്ത് സംഭവിക്കും? കൊലോസ്യ ലേഖനം 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അന്നാന്റി ഉൾപ്പെടെ പോയി മറയപ്പെട്ട സകല വിശുദ്ധന്മാരും സകല ഭക്തന്മാരും കാഹളം ധ്വനിച്ച് കർത്താവ് തേജസ്സിൽ ആ ആയിറായിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പിന്നെന്താ സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, കർത്താവുതൻ ഗംഭീരനാദം. ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, കർത്താവുതൻ. അതിന്റെ പേര് കെലുസ്മ എന്ന. കെലുസ്മ ദൈവശാസ്ത്രപരമായ നാമമത. കെലുസ്മ ആജ്ഞാശബ്ദം എന്ന അർത്ഥം. കർത്താവ് വിശുദ്ധന്മാരുമായി തേജസ്സിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഈ ഗംഭീരനാദം കെലുസ്മ ആജ്ഞാശബ്ദം പുറപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇന്ന് പ്രാണനില്ലാത്ത ഈ ശരീരമുണ്ടല്ലോ, ആത്മാവില്ലാത്ത ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തിലേക്ക് കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ട ആത്മാവ് മടങ്ങി വരും. ഇതാണ് റിസറക്ഷൻ. അനാസ്റ്റസീസ് എന്ന പദം അതാണ്. ആത്മാവും ശരീരവും വീണ്ടും ഒന്നാകുക. ഇപ്പൊ ശരീരമേ ഉള്ളൂ, ആത്മാവില്ല. ഇനിയും അത് ഒന്നാകും. അതാണ് റിസറക്ഷൻ. ഹല്ലേലൂയ.
ഇപ്പോൾ ഈ മുഖം കാണുമ്പോഴറിയാം ആൻറ്റിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇവിടെ പല സഹോദരിമാർ സംസാരിച്ചു. രോഗാതുരമായ ശരീരത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇപ്പോൾ ആ മുഖത്ത്. പക്ഷെ നിങ്ങൾ അറിയണം, റിസറക്റ്റഡ് ബോഡിയിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ആൻറ്റി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. ഫിലിപ്പ് ലേഖനം 3:21 പറയുന്നു, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 78 വയസ്സുള്ള ഈ രോഗാതുരമായ ശരീരം യേശുക്രിസ്തുവിന്റെ മഹത്വരൂപമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുന്ന ഒരു ദിവസം. അതാണ് റിസറക്ഷൻ ഡേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. ചോദ്യം, ഇതാണോ പാസ്റ്ററെ വസ്ത്രം? ഉത്തരമല്ല. മത്തായി 17 ഒരു വസ്ത്രത്തെക്കുറിച്ച് കാണുന്നില്ലേ? ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ വെളിച്ചം പോലെ വെണ്മയുള്ള വസ്ത്രം അതായിരിക്കും ധരിക്കാൻ പോകുന്നത്. ആട്ടെ, നിറം ഇതായിരിക്കുമോ? അല്ല, നിറം ഇതല്ല. 2 കൊരിന്ത്യർ ലേഖനം 3:18 പറയുന്നു, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് ഉയർപ്പിക്കുന്ന ശരീരം തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞാട്ട്, എന്താണ്? തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച്. ഒന്നുകൂടെ, തേജസ്സിന്റെ മേൽ. ഒരാൾക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി സൗന്ദര്യം ആന്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമല്ല, തേജസ്, തേജസ്സിന്റെ മേൽ തേജസ്. ഒരു പഴയ പാട്ടുണ്ടല്ലോ, ഒരു കർത്തൃദാസൻ വളരെ പെട്ടെന്ന് പാടിയൊരു പാട്ടാ. ഹല്ലേലൂയ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറി. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, എൻ പ്രിയ രക്ഷകൻ. നീതി സൂര്യൻ വരുമ്പോൾ ഇരുൾ നിറം മാറും. ഒരാമേൻ പറഞ്ഞാട്ട് വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണ്. ബൈബിൾ തെളിയിക്കുന്ന സത്യം, വിസ്മരിക്കാനാവാത്ത സത്യം, തള്ളിക്കളയാനാവാത്ത സത്യം, മാറ്റിവെക്കുവാനാവാത്ത സത്യം. കർത്തൃദാസിയുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട യാത്രയയപ്പിൽ ആ സത്യത്തെ ഞങ്ങൾ ഇവിടെ ഉറക്കെ പറയുകയാണ്. ഇതൊന്നും ആൻറ്റി കേൾക്കുന്നില്ല കേട്ടോ. ഷാരോൺ സൗണ്ടാണ്, സബ് വൂഫർ, ലൈനറെ സ്പീക്കേഴ്സ്, മോണിറ്ററുകളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചാലും ആൻറ്റി ഇതൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നത് നമ്മളാണ്, നമ്മളോടാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ഓരോ വാക്കുകളും നമ്മളോടാണ്. ഒരിക്കൽ മരണമുണ്ട് കേട്ടോ. മേരി ജോൺ തോട്ടം പറയുന്നത് പോലെ വിസമ്മതങ്ങൾ ഫലപ്പെടാത്ത ഒരു മരണം. അന്ന് എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ? ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ? ഇന്ന് ചിന്തിച്ചില്ലെങ്കിൽ എന്ന് ചിന്തിക്കാൻ പറ്റും? ദയവായിട്ട് ആ കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്, ആദരങ്ങളെല്ലാം ഒന്ന് തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ആയിരക്കണക്കിന് ആളുകളെ കർത്താവിൻ്റെ വേലയിലേക്ക് സമർപ്പിച്ച് കൊണ്ടുവന്ന ഒരു കർത്തൃദാസിയുടെ അടക്കമല്ലേ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ പുറകാലം നടക്കാൻ പോവുകയാണ്. എന്നാൽ ഞാൻ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വത്തെ നിർവഹിക്കുക. ഈ വചനം എനിക്ക് മനസ്സിലായി പാസ്റ്ററെ. എൻ്റെ ഹൃദയത്തെ ഞാൻ യേശുവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക. എനിക്ക് താഴോട്ട് പോകണ്ട, യാതനാ സ്ഥലത്തേക്ക്, വേദനയിലേക്ക് എനിക്ക് പോകണ്ട. എനിക്ക് ഉയരത്തിലേക്ക് പോകണം, ക്രിസ്തുവിനോട് ചേരണം, തേജസ്സിൽ മറഞ്ഞിരിക്കണം. ഒടുവിൽ പുനരുത്ഥാനം പ്രാപിച്ച് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്ന് പറയുന്ന നിത്യവിശ്രമത്തിൽ എനിക്കെൻ്റെ കർത്താവിനോടുകൂടെ ആയിരിക്കണം. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കുക? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ തലമുറയിൽ ഒന്നും നഷ്ടപ്പെടരുതേ. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര് എനിക്ക് സർദീസിലുണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ തലമുറയൊന്നും നഷ്ടപ്പെടല്ലേ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച്
ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധം ചേർന്നാൽ മതി. ഒന്നുകൊണ്ടൊന്ന് പാടിക്കേ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധം ചേർന്നാൽ. ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് പാടിക്കേ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധം ചേർന്നാൽ. ഒരിക്കൽ കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ പാടിക്കേ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധം ചേർന്നാൽ. ആ കരങ്ങൾ താഴ്ത്തിയിടാതെ ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ, എനിക്കും ഇതുപോലൊരു ദിവസമുണ്ടെന്നറിയാം. അല്ല അതിനു മുൻപ് അങ്ങ് വരുന്നെങ്കിൽ, അല്ല എൻ്റെ മരണമാണ് ആദ്യം നടക്കുന്നതെങ്കിൽ, രണ്ടിലേതായാലും എനിക്ക് അങ്ങയുടെ സന്നിധിയിലൊന്ന് ചേർന്നാൽ മതി. എന്നെ സഹായിക്കണം. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയങ്ങളെ കർത്താവിന് കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ സാൽവേഷൻ ഇല്ല, ട്രഡീഷണൽ സാൽവേഷനുമില്ല, ഫാമിലി സാൽവേഷനുമില്ല, പേഴ്സണൽ സാൽവേഷനാണ്. ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു ഒന്ന് പ്രാർത്ഥിച്ചു. പ്രിയ പിതാവേ, ഈ ശുശ്രൂഷയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് ഞങ്ങൾ ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അകത്ത് വെളിപ്പെടാൻ പോകുന്ന ആത്മചലനത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ഹൃദയം കൊടുക്കത്തക്ക വിധത്തിൽ ഈ ജനത്തിൻ്റെ മനസ്സിനോടും ആത്മതലങ്ങളോടും കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ആ ഇടപെടലിന് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.